Good morning. Good morning, Miss. Good morning, ma'am. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? മിസ്സേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു. നമ്മള് ഡിഫൻസ് മെക്കാനിസത്തിൽ ഫാന്റസി പറഞ്ഞായിരുന്നോ? ഫാന്റസി ഇല്ല. അതുകൂടിയല്ലേ പറയാനുള്ളൂ? അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ചെയ്തോളൂ കേട്ടോ ഒരാള്. ഗുഡ് മോർണിംഗ്. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകപരിജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണിമേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായ എൻ്റെ മനസ്സിലും നല്ല ചെയ്തിയായി നാവിൻ്റെ തുമ്പിലും നല്ല ഭാഷയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ കുടിയിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു ഓൾ. ഓക്കെ, സൈൻ ഇൻ ചെയ്യുന്നുണ്ടോ? സൈൻ ഇൻ. ഗുഡ് മോർണിംഗ് എവറിബഡി. ഇന്ന് ക്ലാസ് എടുക്കാൻ വന്ന അശ്വതി മിസ്സിനും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും വെൽക്കം. ഓക്കെ, തോട്ട് ഉണ്ടോ? തോട്ട് ഓഫ് ദ ഡേ. Good morning. Today's thought: never think I have nothing, never think I have everything, but always think I have something, I can achieve anything. APJ Abdul Kalam. Once more I repeat: never think I have nothing, never think I have everything, but always think I have something, I can achieve anything. Thank you. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ് എന്താണെന്ന് നോക്കാം. നോക്കിക്കോളൂ കേട്ടോ. ഡേ ഡ്രീമിംഗ് ഈസ് എ കൈൻഡ് ഓഫ് വിഡ്രോവൽ. മെനി ഓഫ് us turn to it when we are face to face with the real problems. Instead of attempting to resolve these problems in a realistic manner, we withdraw ourselves into a world of fantasy where we need not face failures, where we succeed in every undertaking of ours. ഓക്കെ, നിങ്ങളൊക്കെ ഡേ ഡ്രീം ചെയ്യാറുണ്ടോ? ദിവാസ്വപ്നങ്ങൾ കാണാറുണ്ടോ? പകൽ സ്വപ്നങ്ങള്?
കാണാറുണ്ടോ? ആരും കാണാറില്ല? സ്വപ്നങ്ങൾ കാണാറില്ല? ഉണ്ട്. ആ യെസ്. ഈ സ്വപ്നങ്ങൾ കാണുന്നത് വഴി നമ്മൾക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക? എന്ത് സാറ്റിസ്ഫാക്ഷനാ കിട്ടുക സ്വപ്നങ്ങൾ കാണുമ്പോ? പോസിറ്റീവായിട്ടുള്ള സ്വപ്നങ്ങളാണ് നമുക്ക് പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിലും അത് വരും എന്നുള്ളൊരു ഇതുണ്ടാവും. ആ അത് വരുന്നുള്ളൊരു ഹോപ്പല്ലേ, പ്രതീക്ഷ ഉണ്ടാവും. അല്ലേ? പിന്നെ നമ്മുടെ ആ ഒരു ഡ്രീം ചിലപ്പോ അത് അച്ചീവ് ചെയ്യുന്നതായിരിക്കും ചില സ്വപ്നങ്ങളിൽ കാണുന്നത്. അപ്പൊ അതൊക്കെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഇത് ഒരു നമ്മുടെ ലൈഫിലും അത് എഫക്ട് ചെയ്യും എന്നുള്ള ഒരു ഇതുണ്ടാവും. അതെ. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ സ്വപ്നങ്ങൾ കാണുമ്പോൾ, അതായത് നമ്മൾക്ക് ലൈഫിൽ റിയൽ ആയിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, അതായത് യഥാർത്ഥമായിട്ടുള്ള ചില പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പോ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നത്. ഓക്കെ. അതായത് നമ്മൾക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്, ഒരു ജോലി ഇല്ല എപ്പോഴും, അതായത് ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ എപ്പോഴും കളിയാക്കുന്നു ജോലി ഇല്ല എന്നും പറഞ്ഞിട്ട്. അതുപോലെ തന്നെ വീട്ടുകാരായാലും അവരുടെ പരിഹാസ വാക്കുകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ. അങ്ങനെ നമ്മള് ആ ഒരു പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഇമാജിൻ ചെയ്യാണ് നമ്മൾക്ക് ഒരു ജോലി കിട്ടുന്നത്, അതും നല്ല സാലറി ഉള്ള ജോലി. ആ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആളുകളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു, നമ്മളെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നു, അല്ലെ? നമ്മൾക്ക് എല്ലാ തരത്തിലുള്ള അംഗീകാരങ്ങൾ നൽകുന്നു, നമ്മൾ പുതിയ കാർ വാങ്ങിക്കുന്നു, അല്ലെ? പുതിയ ഡ്രസ്സുകൾ വാങ്ങിക്കുന്നു, പുതിയ വീട് വെക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യാണ്. ഓക്കെ. അപ്പോ ആ ഇമാജിൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ അത് അച്ചീവ് ചെയ്തു എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് ഉണ്ടാവുക, ഇല്ലേ? ഉണ്ടാവാറില്ല അങ്ങനെ? ഇത്തരത്തില് നമ്മുടെ ലൈഫിലുള്ള റിയൽ പ്രോബ്ലംസിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഇങ്ങനെ ഡേ ഡ്രീം ചെയ്യാറുണ്ട്, ദിവാസ്വപ്നങ്ങൾ കാണാറുണ്ട്. ഓക്കെ. അപ്പോ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്, ഡിഫൻസ് മെക്കാനിസം ആണ്. കാരണം നമുക്കത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയും നമ്മുടെ സ്വപ്നങ്ങളിൽ അത് നമ്മൾ നേടിക്കഴിഞ്ഞു എന്ന് വരുത്തി തീർക്കുന്നതാണ് എന്ത്, ഈ ഒരു ഡിഫൻസ് മെക്കാനിസം, അല്ലെ? നമുക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ കാണാം, അല്ലെ? ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കസേരയിൽ ഞാൻ ഇരിക്കുന്നു, അല്ലെ? അപ്പോ ഞാനൊരു സ്വപ്നമാണ് അത് കാണുന്നത്, പക്ഷെ ആ സ്വപ്നം എന്റെ മനസ്സിൽ വരുന്നതോടുകൂടി ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് എനിക്ക് ഉണ്ടാകുന്നത്. അതുപോലെ വിമാനത്തിൽ കയറുന്നത്, ഓക്കെ. പിന്നെ എന്താ പറയാ, എല്ലാ തരം കാര്യങ്ങളും. ഇപ്പോ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത കെട്ടിടമാണ് ബുർജ് ഖലീഫ, അല്ലെ? അവിടെ പോകാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യർ പോലും ഇല്ല. അപ്പോ അവിടെയുള്ള ഒരു ഫ്ലാറ്റ് എന്റെ സ്വന്തമാകുന്നു, അതൊക്കെ നമ്മൾ ഇങ്ങനെ സ്വപ്നം കാണുവാണ്. ശരിക്കും റിയൽ അല്ല, എന്നിരുന്നാൽ കൂടി സ്വപ്നങ്ങൾ കാണുന്നതിന് മനുഷ്യന് അതിരുകളില്ല. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നതിലൂടെ പല കാര്യങ്ങളും നമ്മൾ അച്ചീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് അത് കിട്ടി എന്നുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടാക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് എന്ത്, ഫാന്റസി അല്ലെങ്കിൽ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ പല മനുഷ്യർക്കും, അപ്പോ നമ്മള് ഇത് പറയുമ്പോ പ്രത്യേകമായിട്ട് ഊന്നി പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾക്ക് സ്വപ്നങ്ങൾ കാണാം, പക്ഷെ നമ്മൾ അതിനു വേണ്ടി പ്രയത്നം കൂടി ചെയ്യണം, അല്ലെ? ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് അത് നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ആർക്കും സ്വപ്നം കാണാം, പക്ഷെ സ്വപ്നം കാണുന്നതിനേക്കാൾ ഉപരി നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയൂടി ചെയ്തു കഴിഞ്ഞാലാണ് നമ്മൾക്കത് ആ സ്വപ്നം കാണുന്നത് പോലെ നമ്മൾ ആ ലൈഫ് ആക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതാണ് ഫാന്റസി അല്ലെങ്കിൽ ഡ്രീം ഡ്രീമിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? അപ്പൊ താഴെ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്, അതായത് ചില അഡ്ജസ്റ്റ്മെന്റ്, അതായത് വേറെ ചില ഡിഫൻസ് മെക്കാനിസത്തിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൊല്യൂഷൻ, ഈഗോ സെൻട്രിസം, റിയാക്ഷൻ ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് 2-3 കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, നമുക്ക് ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഇത്രയും ഡിഫൻസ് മെക്കാനിസങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞതില് ഓക്കെയാണ്? അപ്പൊ നമുക്കിനി അടുത്തൊരു ചാപ്റ്ററിലോട്ട് പോവാം, അല്ലെ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഏതെങ്കിലും മിസ്സുമാരെ എടുത്തിരുന്നോ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇല്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഈ പാട്ടിലെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിലോട്ട് പോകാം കേട്ടോ.
യൂണിറ്റ് 10 ആണ് കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കുക. ഇല്ലാത്തവരാണെങ്കിൽ PDF ഞാൻ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, അത് നോക്കുക കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പേജ് ഫുൾ ആയിട്ടൊന്ന് റീഡ് ചെയ്യുക. ഓക്കെ, എല്ലാവരും റെഡിയാണോ? മൈൻഡിൽ റീഡ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം.
വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും മനസ്സിലായോ ചാപ്റ്റർ വായിച്ചിട്ട്? എന്താണെന്നൊരു ഏകദേശ ധാരണ കിട്ടിയോ? എന്താണ് ടീന? ഓരോ വ്യക്തികളും അവർക്ക് ഓരോ സവിശേഷതകളുണ്ട്. ഒരാളുടെ പോലെയല്ല മറ്റൊരാള്. അത് ഈവൻ ട്വിൻസ് ആണെങ്കിലും ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന രണ്ട് കുഞ്ഞുങ്ങൾ ഒരുപോലെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരാള് മറ്റൊരാളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതില് ഒരുപാട് സവിശേഷതകൾ അവർക്ക് ഡിഫറെന്റ് ആയിട്ടുണ്ട്. അത് ബുദ്ധിയിലും അവരുടെ ആപ്റ്റിറ്റ്യൂഡിലും ആഗ്രഹങ്ങളിലും പേഴ്സണാലിറ്റിയിലും എല്ലാം അത് ഉണ്ടാവും. മനസ്സിലായി? ഓക്കെ, പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? വിസ്മയ, എന്തെങ്കിലും ഉണ്ടോ മോളെ പറയാൻ? മിസ്സേ, ഇതുപോലെ തന്നെയാണ് എല്ലാവരും. ചില കാര്യങ്ങളിൽ ചിലർ തമ്മിൽ സാമ്യം ഉണ്ടെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ എടുക്കുമ്പോൾ വ്യത്യസ്തരാണെന്ന് കാണാൻ സാധിക്കും. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇരട്ടകളാണെങ്കിൽ പോലും രണ്ടുപേരും ഒരുപോലെ കാണാനിരിക്കുന്നുവെങ്കിൽ പോലും അവര് സ്വഭാവം വ്യത്യസ്തമായിട്ട് കാണപ്പെടാം പലരിലെയും, രണ്ടുപേരിൽ തന്നെ. അതുപോലെ മനുഷ്യന്മാര് ഓരോരുത്തരും ഡിഫറെന്റ് ആണെന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. അതുപോലെ ഇപ്പൊ പറയുവാണെങ്കിൽ വ്യക്തിഗത വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമ്മളെങ്ങനെയാണ് ഒരു തരത്തിലല്ല എന്നാണ് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ഓരോരുത്തരുടെയും പെരുമാറ്റമായാലും അതുപോലെ അവർ ചിന്തിക്കുന്ന ആശയങ്ങളായാലും സ്വഭാവത്തിലാണെങ്കിലും സ്വഭാവ ഗുണങ്ങളിലാണെങ്കിലും വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ തന്നെയാണ് മിസ്സേ. അതായത് നമ്മള് മനുഷ്യരെ എടുക്കുമ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് അവരുടെ രൂപസാദൃശ്യത്തിൽ കേട്ടോ. മറ്റുള്ള ആനിമൽസിനെ അപേക്ഷിച്ച് മനുഷ്യരെല്ലാവരും ഒരുപോലെയല്ലേ? ആണോ? അതെ. രണ്ട് കൈയുണ്ട്, രണ്ട് കാലുണ്ട്, അല്ലെ? ഒരു തലയുണ്ട്, മൂക്കുണ്ട്, ചുണ്ടുണ്ട്, ഐബ്രോ ഉണ്ട്, കഴുത്തുണ്ട്, അല്ലെ? അപ്പൊ മനുഷ്യരെ നമ്മൾക്ക് അക്കാര്യത്തിൽ ഒരുപോലെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാനും നിങ്ങളുടെയും എന്റെയൊക്കെ രൂപസാദൃശ്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരുപോലെയാണ്. എല്ലാ അവയവങ്ങളും നമുക്കുണ്ട്, അല്ലെ? പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടിയും മനുഷ്യരിൽ തന്നെ ചില വ്യത്യാസങ്ങളുണ്ട്. അതെന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും? പൂർണ്ണമായിട്ടും, അതായത് എല്ലാ ബോഡി പാർട്സ് ഉണ്ടെങ്കിൽ കൂടിയും എല്ലാ മനുഷ്യരും ഒരുപോലെ ആകാൻ ആയിട്ട് പറ്റില്ല. ചില രീതിയിലുള്ള വ്യത്യാസങ്ങൾ മനുഷ്യർക്ക് തമ്മിൽ ഉണ്ടാകും. ഇപ്പൊ ഞാനും സിന്ധുവും തമ്മിൽ ഒരു സ്ഥലത്ത് നിൽക്കുവാണെന്ന് വിചാരിക്കുക. ഞങ്ങൾ രണ്ടുപേരെയും ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ഉണ്ടാകും. എന്റെയും സിന്ധുവിന്റെയും ഫേസ് ഉണ്ട്, മുഖമുണ്ട്, പക്ഷെ ഫേസ് ഒരുപോലെ ആയിരിക്കുമോ? ആണോ? അല്ല, ഒരിക്കലും അല്ല. ഫേസ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഒരുപോലുള്ള മുഖമായിരിക്കും ഉണ്ടാവുക. ചിലവരുടെ നല്ല റൗണ്ട് ഫേസ് ആയിരിക്കും, ചിലവരുടെ നീളത്തിലുള്ള ഫേസ് ആയിരിക്കും, ചിലരുടെ ഓവൽ ഷേപ്പിലുള്ള ഫേസ് ആയിരിക്കും, അല്ലെ? വ്യത്യാസങ്ങൾ ഉണ്ടാവാറില്ല. അങ്ങനെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അച്ഛനമ്മയുടെ ഫേസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫേസ് എങ്ങനെയാണ്, സിബ്ലിങ്സിന്റെ ഫേസ് എങ്ങനെയായിട്ടാണ് വന്നിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയായിരിക്കും ഉണ്ടായിരിക്കുക, പക്ഷെ നിങ്ങളുടെ അനിയത്തിക്കോ അനിയനോ ചുരുണ്ട മുടിയായിരിക്കും ഉണ്ടാവുക, ഇല്ലേ? അങ്ങനെ വ്യത്യാസങ്ങൾ വരാറില്ലേ? യെസ്. പിന്നെ ചിലവർക്ക് വെളുപ്പ് നിറമായിരിക്കും ഉണ്ടായിരിക്കുക, ചിലവർക്കാണെങ്കിൽ കറുത്ത നിറമായിരിക്കും ഉണ്ടായിരിക്കുക. അത്തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്? വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഈവൻ നമ്മള് ട്വിൻസിനെ എടുത്തു കഴിഞ്ഞാൽ, ഇരട്ട കുട്ടികളെ എടുത്തു കഴിഞ്ഞാല് രൂപസാദൃശ്യത്തിൽ അവർ ഏകദേശം ഒരുപോലെ ആയിരിക്കും, പക്ഷെ അവരുടെ അച്ഛനും അമ്മയ്ക്കും തിരിച്ചറിയാനായിട്ട്, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം ഇരട്ടകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഇരട്ട കുട്ടികൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല പുറത്തു നിന്നുള്ള ആളുകൾക്ക്. പക്ഷെ അവരുടെ ഫാമിലിയിൽ നിന്നുള്ള ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം എന്താ, വ്യത്യാസം അവർക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും ഇരട്ടകൾ തമ്മിൽ. ഓക്കെ, അത് അവരെ ക്ലോസ് ആയിട്ട് അറിയുന്നവർക്ക് മാത്രമാണ് അത് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോ ഒരേപോലെ രൂപസാദൃശ്യമുള്ള ഇരട്ടകൾ പോലും ഇല്ലെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു വ്യത്യാസം ഇരട്ടകൾക്കിടയിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ രൂപസാദൃശ്യത്തിൽ കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു. അതായത് എല്ലാവരുടെയും മുടി ഒരുപോലെ ആയിരിക്കില്ല, എല്ലാവരുടെയും കണ്ണൊരുപോലെ ആയിരിക്കില്ല, അല്ലെ? അതായത് ചിലവരുടെ വലിയ കണ്ണുകളായിരിക്കും, അല്ലെ? ഉരുണ്ട കണ്ണുകളൊക്കെ ആയിരിക്കും, അല്ലെ? ചിലവരുടെ ചെറിയ കണ്ണുകളായിരിക്കും, അല്ലെ? പിന്നെ ചിലവരുടെ ഐബ്രോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലർക്ക് കട്ടി കൂടിയ ഐബ്രോ ആയിരിക്കും ഉള്ളത്, ചിലർക്ക് കനം കുറഞ്ഞ ഐബ്രോ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ചിലവരുടെ മൂക്ക് നോക്കിയാൽ അറിയാം, നീളം കൂടിയിട്ടുള്ള മൂക്കായിരിക്കും ചില ആളുകൾക്ക് ഉണ്ടാവുക, എന്നാൽ ചില ആളുകൾക്ക് കുറുകിയ മൂക്കായിരിക്കും ഉണ്ടാവുക. പിന്നെ ലിപ്സ്, ചുണ്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചില ആൾക്ക് നല്ല വലിയ ചുണ്ടുകൾ ഉണ്ടാകാം, ചില ആളുകൾക്ക് ചെറിയ ചുണ്ടുകളായിരിക്കും ഉണ്ടാവുക. ഇനി മറ്റു ചില ആളുകൾക്ക് മീഡിയം സൈസിലുള്ള ചുണ്ടുകളായിരിക്കും ഉണ്ടാവുക, അല്ലെ? പിന്നെ ഫേസ് ഞാൻ നേരത്തെ പറഞ്ഞു, റൗണ്ട് ഫേസ് ഉണ്ടാവാം, ഓവൽ ഷേപ്പ് ഉണ്ടാവാം, അതുപോലെ തന്നെ എന്താ പറയാ നീളത്തിലുള്ള ഫേസ് ഉണ്ടാകാം. പിന്നെ ചെവി നോക്കിക്കഴിഞ്ഞാലും വ്യത്യാസങ്ങൾ ഉണ്ടാവും, അല്ലെ? ചിലവരുടേത് ആന ചെവി പോലെ ഉണ്ടാകും, ചിലവരുടേത് കുഞ്ഞു ചെവി ആയിരിക്കും. പിന്നെ കഴുത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും, ചിലവരുടേത് നീണ്ട കഴുത്തായിരിക്കും, ചിലവരുടേത് കുറുകിയ കഴുത്തായിരിക്കും ഉണ്ടാവുക, അല്ലെ? ഇനി നമ്മൾ കയ്യിലോട്ട് രണ്ട് കൈകളിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ചിലവരുടെ കൈകൾക്ക് വണ്ണം കൂടിയിട്ടുണ്ടാവും, ചിലവരുടെ കൈകൾക്ക് വണ്ണം കുറവായിരിക്കും ഉണ്ടാവുക. പിന്നെ കൈവിരലുകളിലും വ്യത്യാസം ഉണ്ടാവും, ചിലർക്ക് കൈവിരലുകൾ, നഖം ഇതൊക്കെ നീണ്ടതായിരിക്കും, ചിലർക്ക് കുറഞ്ഞതായിരിക്കും. ഓക്കെ, ഇനി ചിലവരുടെ കാലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കാൽപാദം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ചിലവർക്ക് നീട്ടം കുറവായിരിക്കും, ചിലവർക്ക് നീട്ടം കൂടുതലായിരിക്കും, ഇല്ലേ? ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാറില്ലേ? ഉണ്ട്. നിങ്ങൾ നോക്കാറുണ്ട്, മറ്റുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കും. നിങ്ങൾ ചിലപ്പോൾ പറയുമോ, അവരുടെ പോലെ അല്ലല്ലോ എനിക്ക് മുടി കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നഖം കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ടായിരിക്കും, അല്ലെ? ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവാനുള്ള കാരണം? അതായത് മനുഷ്യര് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഫിസിക്കൽ ഡിഫറൻസിന്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ബുദ്ധിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അല്ലെ? ഇപ്പൊ വിസ്മയക്കുള്ള ബുദ്ധി ആയിരിക്കില്ല സിന്ധുവിന് ഉണ്ടാവുക, ബുദ്ധിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും കേട്ടോ. രണ്ടുപേർക്കും ബുദ്ധി ഉണ്ടാകും, പക്ഷെ വേരിയേഷൻ ഉണ്ടാവുക അതിനകത്ത് കേട്ടോ. അതുപോലെ തന്നെ താല്പര്യം, ഇപ്പൊ എന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കില്ല വിസ്മയക്കുള്ള ഇൻട്രസ്റ്റ്. ഓക്കെ, എനിക്ക് ചിലപ്പോൾ വായിക്കാനായിരിക്കും താല്പര്യം, പക്ഷെ വിസ്മയ്ക്ക് ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോ അതില് വ്യത്യാസങ്ങൾ വരാം, സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരാം, അല്ലെ? ഇപ്പൊ എന്റെ സ്വഭാവം പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സ്വഭാവം, വേരിയേഷൻസ് ഉണ്ടാകാം. പിന്നെ കഴിവിൽ വ്യത്യാസം വരാം, എനിക്കുള്ള കഴിവുകളായിരിക്കില്ല നിങ്ങൾക്കുള്ള കഴിവുകൾ എന്ന് പറയുന്നത്. അപ്പോ ഇത്തരത്തില് ആളുകൾ തമ്മില് പല രീതിയിൽ എന്ത് ചെയ്യുന്നു, വ്യത്യാസപ്പെടുന്നു. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളെയാണ് എന്ത് പറയുന്നത്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് അഥവാ വ്യക്തിഗത വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? കാര്യം ക്ലിയർ ആയോ? അപ്പൊ ഓരോ ആളുകളും എന്താണ്, വ്യത്യസ്തരാണ്. അവർ ചില കാര്യങ്ങളിൽ ഒരേപോലെ ആണെങ്കിലും എന്തുണ്ട്, അവർക്ക് വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, വിസ്മയ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. കേൾക്കുന്നുണ്ടോ? വേറെ ആരെങ്കിലും വായിക്കാമോ? ടീന വായിക്കാമോ ഫസ്റ്റ് പാരഗ്രാഫ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ്? ഓക്കെ മാം. Unit 10, Individual Differences. It is an unquestionable fact that human beings resemble each other in certain aspects, but they are not exactly alike in all respects. No two individuals are similar, not even identical twins. Individuals differ in their intelligence, aptitude, interests, attitude, and other personality traits. These disparities between individuals that separate them from one another
and make one as a distinctive individual in oneself are termed as individual difference. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മനുഷ്യര് ചില കാര്യങ്ങളിൽ ഒരുപോലെയാണെങ്കിലും മറ്റു ചില കാര്യങ്ങളിൽ അവര് വ്യത്യസ്തരാണ്. ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവാം, ബുദ്ധിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, കഴിവിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ താഴെയുള്ള 2 പോയിന്റ് നമുക്കൊന്ന് നോക്കാം. Nature of individual difference. The nature of individual difference can be briefed as follow. First one, individual differences are one of degree, not one of kind. All persons have a common human traits, but the amount and the properties of such traits differ from person. That leads to uniqueness of personality and behavior. So the concept of individual differences means to quantitative differences found among individuals in respect of a specific trait or various traits. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് എല്ലാവർക്കും പൊതുവായിട്ടുള്ള ചില മനുഷ്യ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇവയുടെ അളവിൽ വ്യത്യാസമുണ്ട്. ഈ അളവിലുള്ള വ്യത്യാസമാണ് ഓരോരുത്തരെയും പ്രത്യേകതയുള്ളവരാക്കുന്നത്. ഓക്കെ, ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്, എല്ലാവർക്കും പൊതുവായിട്ടുള്ള മനുഷ്യ ഗുണങ്ങൾ ഉണ്ട്. ഈ മനുഷ്യ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത്? മനുഷ്യന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? ചിന്തിക്കുക, ചിന്തിക്കുക, പിന്നെ ഇമോഷൻസ്, ഇമോഷൻസ് ആണ്, സ്നേഹം, കരുണ, ദയ എന്നൊക്കെ പറയില്ലേ നമ്മള്. ഇതൊക്കെയാണ് നമ്മൾ മനുഷ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എല്ലാവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെ? എല്ലാവർക്കും ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ? സ്നേഹിക്കാനുള്ള കഴിവുണ്ട്, അല്ലെ? നല്ല രീതിയിൽ പെരുമാറാനുണ്ട്, കരുണയുണ്ട്, ദയയുണ്ട്. ഇത്തരത്തിലുള്ള കഴിവുകൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. മനുഷ്യരായാൽ ഇത്തരത്തിലുള്ള കഴിവുകൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ മനുഷ്യ ഗുണങ്ങൾ ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ കൂടിയും അവയുടെ അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. അതെന്താ ഉദ്ദേശിക്കുന്നത്? അളവിൽ വ്യത്യാസങ്ങള് എന്തായിരിക്കും? പ്രകടിപ്പിക്കുന്ന രീതിയാണ്. അതെ, പ്രകടിപ്പിക്കുന്ന രീതിയാണ് കേട്ടോ. ചില ആളുകള് നല്ല രീതിയിൽ സ്നേഹം പുറത്തേക്ക് പ്രകടിപ്പിക്കും. ഇപ്പൊ ഒരമ്മയ്ക്ക് 2 മക്കൾ ഉണ്ടെന്ന് വിചാരിക്കാം. ആ അമ്മയ്ക്ക് 2 മക്കളോടും ഒരേപോലെയുള്ള സ്നേഹമായിരിക്കും ഉണ്ടാവുക. പക്ഷെ 2 മക്കൾക്ക് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഒരാള് 2 പേർക്ക് അമ്മയോട് സ്നേഹമുണ്ട്, പക്ഷെ മൂത്ത ആള് നല്ല രീതിയിൽ അമ്മയെ കെയർ ചെയ്യുന്ന ആളാണ്. ഇളയാള് അത്ര കണ്ട് കെയർ ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നത് ആരാ? മൂത്ത ആളല്ലേ? യെസ്. 2 പേർക്ക് സ്നേഹമുണ്ടെങ്കിൽ കൂടിയും അത് പ്രകടിപ്പിക്കുന്നത് മൂത്ത കുട്ടിയാണ്. അപ്പൊ സ്വാഭാവികമായും അമ്മയ്ക്ക് തോന്നും എന്നോട് സ്നേഹം മൂത്ത കുട്ടിക്കാണെന്ന് തോന്നും. ഓക്കെ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ട്. അപ്പോ മനുഷ്യഗുണം, അതായത് ആ 2 കുട്ടികൾക്ക് സ്നേഹിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ അതിന്റെ അളവില് വ്യത്യാസം വരുന്നു. ഓക്കെ, ഇനി ചില ആളുകൾക്ക് നമുക്ക് ഇമോഷൻസ്, അതായത് സ്നേഹവും കരുണയും ദയ മാത്രമല്ല, ദേഷ്യം, കോപം, വെറുപ്പ്, അസൂയ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യർക്ക് ഉണ്ടാവും, അല്ലെ? അപ്പൊ ചില ആളുകൾക്ക് അത് കൂടുതലായിരിക്കും, ചില ആളുകൾക്ക് കുറവായിരിക്കും. ഓക്കെ, ഇപ്പൊ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്. ചില സാഹചര്യത്തിൽ എന്താണ്, ഞാൻ കുറച്ച് കൂടുതലായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് എന്റെ. ഓക്കെ, അപ്പോ ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു ദേഷ്യം എന്റെ മനസ്സിന് എന്തെങ്കിലും ഒരു കാര്യം തട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് പുറത്ത് നല്ല രീതിയിൽ പ്രകടിപ്പിക്കും. അപ്പോ മറ്റുള്ള ആളുകൾ വിചാരിക്കും എന്താണ്, അത് ദേഷ്യക്കാരിയാണ്, ദേഷ്യം കൂടുതലാണ്. പക്ഷെ എന്റെ സ്ഥാനത്ത് വേറൊരാൾ നിൽക്കുവാണ്, പുള്ളിക്കാരത്തിക്കും സെയിം പ്രോബ്ലം ഉണ്ട്, എന്റെ തന്നെ പ്രോബ്ലംസ് പുള്ളിക്കാരത്തിക്കുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, പുറത്തോട്ട് പ്രകടിപ്പിക്കുന്നില്ല. അപ്പൊ ആളുകളുടെ മുന്നിൽ ഞാൻ ദേഷ്യക്കാരിയും മറ്റേയാള് ദേഷ്യമില്ലാത്ത ആളുമാണ്. 2 പേർക്കും ദേഷ്യമുണ്ട്, പക്ഷെ 2 രീതിയിൽ അത് പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം. ഒരാളത് മനസ്സിൽ അടക്കി വെക്കുന്നു, മറ്റേ ആളത് പ്രകടിപ്പിക്കുന്നു. അപ്പോ ആ അളവില്, കാരണം ആ ദേഷ്യത്തിന്റെ അളവിലാണ് അവിടെ വ്യത്യാസം വരുന്നത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? യെസ്.
ഇനി മറ്റു ചില ആളുകൾക്ക് നമുക്കറിയാം സന്തോഷം വരാറുണ്ട് അല്ലെ, നമ്മുടെ ജീവിതത്തില് ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ചില സന്തോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ സന്തോഷം വരുന്ന സമയത്ത് ചില ആളുകൾ ഭയങ്കരമായിട്ട് അത് പുറത്തേക്ക് പ്രകടിപ്പിക്കും അല്ലെ. സന്തോഷം വരുമ്പോൾ എന്താ പറയാ, ഭയങ്കരമായിട്ട് ആർത്തു കൂകി വിളിക്കുക, മറ്റുള്ളവർക്ക് എന്താ പറയാ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അല്ലെ. അതായത് അവരുടെയും ഒരു പങ്കാളി, നമ്മുടെ സന്തോഷത്തിൽ അവരെയും പങ്കാളികളാക്കുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്ന ആളുകളുണ്ട്, പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് സന്തോഷം വരുമ്പോൾ ഒരു സക്സസ് ഉണ്ടായി എന്ന് വിചാരിക്കാം, ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. 2 വ്യക്തികളെ എടുക്കുന്നു, 2 ആൺകുട്ടികൾ എടുക്കുന്നു. അതിനകത്ത് ഒരു ആൺകുട്ടി ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, കുറെ സ്വീറ്റ്സ് വാങ്ങി, ഐസ്ക്രീം വാങ്ങി, ഫുഡ് വാങ്ങി, അവര് ഒരു ട്രീറ്റ് നടത്തി. ഇപ്പൊ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. മൊബൈൽ ഫോണിൽ സ്റ്റാറ്റസ് ഇട്ടു, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു, പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടു. എല്ലാ സോഷ്യൽ മീഡിയയിലും എന്ത് ചെയ്തു, ജോലി കിട്ടിയതിനോടനുബന്ധിച്ച് ഇയാളുടെ സന്തോഷം എന്ത് ചെയ്യാണ്, പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അദ്ദേഹത്തിന് ഹാപ്പിനെസ് എന്ന് പറയുന്നത് കൂടുതലാണ്, അളവെന്ന് പറയുന്നത്. പക്ഷെ വേറൊരു വ്യക്തി ഉണ്ട് അവിടെ, അയാൾക്കും ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നില്ല, ആളുകളോട് പറയുന്നില്ല എനിക്ക് ജോലി കിട്ടി, അല്ലെങ്കിൽ ആളുകൾക്ക് സ്വീറ്റ്സോ കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല. ജോലി കിട്ടി, അയാളുടെ സന്തോഷം ഉള്ളിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നേ, സന്തോഷം ഉള്ളിൽ ഒതുക്കുന്നു, പ്രകടിപ്പിക്കുന്നില്ല. അവിടെ സന്തോഷത്തിന്റെ അളവ് കുറവാണ്. സന്തോഷം ഉണ്ട്, എന്നാൽ കൂടിയും അളവ് കുറയുന്നു. അപ്പൊ ഒരാൾക്ക് കൂടിയും മറ്റൊരാൾക്ക് കുറഞ്ഞുമാണ് അവിടെ ഹാപ്പിനെസിന്റെ അളവ് നിലനിൽക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ചില ആളുകളുണ്ട് സങ്കടം വരും, അതായത് എന്തെങ്കിലും ദുഃഖം വരും, അതായത് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് സ്വാഭാവികമായിട്ടും കരച്ചില് പോലുള്ള കാര്യങ്ങൾ വരാറുണ്ട് അല്ലെ. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് കരയും. ഓക്കെ, ഇപ്പൊ കരഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരൊക്കെ ശ്രദ്ധിച്ച് ഭയങ്കര എന്താ പറയാ ഒരു ബാഡ് ഫീലിംഗ്, അല്ലെങ്കിൽ എന്താ പറയാ അയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാല് അത് ഒന്നില്ലെങ്കിൽ കരഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ അത് ആരോടെങ്കിലും പങ്കുവെക്കണം. എന്നാൽ മാത്രമാണ് അയാളുടെ മനസ്സിന് സമാധാനം കിട്ടുക. ഓക്കെ, അപ്പൊ കരയുന്നവരുണ്ട്, ഭയങ്കരമായിട്ട് കരയുന്നവരുണ്ട്. പക്ഷെ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് പോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അത് മൈൻഡ് ആക്കാതെ അത് കഴിഞ്ഞത് അവിടെ കഴിഞ്ഞു എന്നോർത്ത് ചിന്തിക്കുന്ന ആളുകള് വേറെ കൂട്ടരുണ്ട്. അപ്പോ ഇവരുടെ എന്താ പറയാ അളവിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസമുണ്ട്. ഒരാള് കരച്ചിൽ വന്നാല് ഭയങ്കരമായിട്ട് അത് പ്രകടിപ്പിക്കുന്നു, മറ്റേ ആള് വന്നു കഴിഞ്ഞാല് അത് മനസ്സിൽ അടക്കി വെക്കുന്നു. അപ്പോ ഇതിന്റെ അളവിൽ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത്തരത്തില് മനുഷ്യർക്ക് ഉണ്ടാകുന്ന ചില ഗുണങ്ങൾ അഥവാ ക്വാളിറ്റീസ് അഥവാ ഇമോഷൻസ്, ഇതെല്ലാം മനുഷ്യർക്ക് ഉണ്ടെങ്കിൽ കൂടിയും അതിൽ എന്ത് ചെയ്യാറുണ്ട്, വേരിയേഷൻസ് ഉണ്ടാകാറുണ്ട്. ഇനി നമ്മൾ കുട്ടികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, അതായത് ചില അമ്മമാർക്ക് സ്നേഹം ഉണ്ടാകും, പക്ഷെ അവർ പുറത്ത് പ്രകടിപ്പിക്കണം എന്നില്ല. പക്ഷെ ചില അമ്മമാരങ്ങനെയല്ല, പുറത്ത് പ്രകടിപ്പിക്കുന്ന അമ്മമാരുണ്ട് അല്ലെ. നമുക്കറിയാം, നിങ്ങളുടെ അച്ഛനമ്മമാരെ എടുത്ത് നോക്കിയാൽ മതി, എങ്ങനെയായിരുന്നു നിങ്ങളോട് ബിഹേവ് ചെയ്ത്. അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിൽ കൂടിയും ചിലപ്പോ അത് പ്രകടിപ്പിക്കാത്ത പാരന്റ്സ് ഉണ്ടാകും. ഇനി ചിലവരാണെങ്കിൽ ഫ്രണ്ട്സിനെ പോലെ ആയിരിക്കും നിങ്ങളോട് എന്ത് ചെയ്യുക, ബിഹേവ് ചെയ്യുന്നത്. അപ്പോ എല്ലാവർക്കും സ്നേഹവും ഇത്തരത്തിലുള്ള ഇമോഷൻസും ഉണ്ട്, പക്ഷെ ആളുകളിൽ അത് എന്ത് ചെയ്യുന്നു, വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതിനെ എന്ത് പറയാം, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരത്തില് ഓരോന്നിലും അല്ലെങ്കിൽ ഓരോ അളവിലുള്ള വ്യത്യാസമാണ് ആളുകളെ പ്രത്യേകതയുള്ളവരാക്കുന്നത്. ചില ആളുകളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അല്ലെ. അതായത് ചില ക്വാളിറ്റീസ് അവർക്ക് കൂടി നിൽക്കും, ചില മനോഭാവങ്ങൾ അവർക്ക് കൂടിയായിരിക്കും നിൽക്കുക. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അവരിൽ പ്രത്യേകത ഉണ്ടാക്കുന്നതും ഇത്തരത്തിലുള്ള ക്വാളിറ്റീസിന്റെ വ്യത്യാസങ്ങളാണ് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. Normal distribution of traits. All measures of traits that contribute to individual difference tend to distribute themselves as per the laws of normal probability curve.
നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഷോർട്ട് ഫോം ആണ് NPC എന്ന് പറയുന്നത് കേട്ടോ. NPC അതായത് നിങ്ങൾക്ക് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാല് ഇത് ഒരു കർവ്, ഒരു എന്താ പറയാ ഡയഗ്രാം മോഡൽ കാണാനായിട്ട് സാധിക്കും. ഇത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ക്ലാസ് കഴിഞ്ഞിട്ട്. ഇതൊരു കർവാണ്, അതായത് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പീക്കിലേക്ക് എത്തി പിന്നീട് താഴേക്ക് വരുന്നു. ഇതാണ് കർവ്. മനസ്സിലായോ? ക്ലിയർ ആണ്? ഓക്കെ. അപ്പൊ ഈ കർവില് വെച്ചിട്ട്, അതായത് ഈ കർവിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ഇമോഷൻസിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് നോക്കാം. അതായത് ഞാൻ അതിനെ ഒരു എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്യാം. ആ കർവിനെ നമുക്ക് ഭയങ്കരമായിട്ട് ദുഃഖം വരുന്ന സമയത്ത്, അതായത് നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊരു ന്യൂസ് കേട്ടു, അത് നമ്മുടെ ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്ത അത്രയും തരത്തിലുള്ളൊരു വാർത്തയാണ് നമ്മൾ കേട്ടത്. അത് കേൾക്കുന്ന മാത്രയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൽ ഒരു വിങ്ങിപ്പൊട്ടലാണ് ഉണ്ടാവുക. കരച്ചില് പുറത്തേക്ക് അപ്പൊ വരില്ല, മനസ്സിൽ ഭയങ്കരമായിട്ടൊരു ഭാരം പോലെ തോന്നും. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുക? അത് കണ്ണുനീർ തുള്ളികളായിട്ട് പുറത്തേക്ക് വരിക. ആണോ? ശരിയാണോ? യെസ്. അതിനെ നമുക്ക് കർവിന്റെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് എന്ത് ചെയ്യാം? സാമ്യപ്പെടുത്താം. അതായത് കർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കർവ് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോയി പിന്നെ പീക്കിലേക്ക് എത്തി പിന്നെ താഴേക്ക് വരുന്നു. അപ്പൊ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. നമുക്കൊരു ദുഃഖം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു ഇടങ്ങേറിലാകും. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? കണ്ണുനീർ തുള്ളി വരിക. അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കരച്ചില് നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റില്ല. അല്ലെ? നമ്മൾ ഭയങ്കരമായിട്ട് കരയില്ലേ? ഓർത്തു നോക്കിയേ. കണ്ണുനീര് വന്നു, കണ്ണുനീർ തുള്ളി നമ്മുടെ ഉള്ളിൽ നിന്ന് കണ്ണിൽ നിന്ന് വന്നു, പിന്നെ നമ്മള് കരച്ചില് നിർത്തിയില്ല. അതതിന്റെ പീക്ക് പോയിന്റ് ആണ്. ഓക്കെ. അതിനുശേഷം കുറെ നേരം കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഒക്കെ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കും. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ കരച്ചില് സാവധാനം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പീക്ക് പോയിന്റിന്റെ താഴേക്ക് വന്നിട്ട്. ഇതിനെയാണ് NPC എന്ന് പറയുന്നത്. മനസ്സിലായോ? യെസ്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഇമോഷൻസ് നോക്കാം. നമുക്ക് ദേഷ്യം വന്നു. ഓക്കെ, അപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് ഇപ്പോ നമ്മുടെ കുട്ടികളോടൊക്കെ നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ദേഷ്യപ്പെടുക. അപ്പൊ ദേഷ്യം വരുമ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റ് കടന്ന് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? പീക്ക് എത്തും. വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാധനങ്ങളൊക്കെ വലിച്ച് നമ്മുടെ ദേഷ്യത്തിന് എന്ത് ചെയ്യും? സാധനങ്ങളൊക്കെ പൊട്ടിച്ച് കളയും അവരോടുള്ള ദേഷ്യത്തിന്. അല്ലെ? അപ്പോഴാണ് അത് പീക്കിലെത്തുക. അതിനുശേഷം പിന്നീട് നമ്മൾ ഓർക്കും, അയ്യോ ഞാൻ ചെയ്തത് അല്പം കൂടിപ്പോയല്ലോ എന്ന് ഓർക്കും. നേരെ ആ പീക്ക് പോയിന്റ് എന്ത് ചെയ്തു? താഴേക്ക് വന്നു. ഇങ്ങനെ സംഭവിക്കാറില്ല നിങ്ങളുടെ ലൈഫില്? ഉണ്ടോ? ദേഷ്യം വരുന്ന സമയത്ത് ഉണ്ട്. ഓക്കെ, ഇതിനെയാണ് NPC എന്ന് പറയുന്നത് കേട്ടോ. നോർമൽ പ്രോബബിലിറ്റി കർവ്. ഇനി നമുക്ക് NPCയെ മറ്റൊരു രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം, ഒരു ക്ലാസ് റൂമില് എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരു ക്ലാസ് റൂമില് എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കും? അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലെ? അതായത് കുട്ടികൾ തമ്മിൽ എന്തുണ്ടാവും? വ്യത്യാസങ്ങൾ ഉണ്ടാകാം അല്ലെ? രൂപത്തിലെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അല്ലെ? അവരുടെ ഹൈറ്റിലെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, വെയിറ്റില് വ്യത്യാസങ്ങൾ ഉണ്ടാകാം, കളറിലെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ഡിഫറൻസ് ഉണ്ടാകാം. അതുപോലെ തന്നെ അവരുടെ ബുദ്ധിയിലും കഴിവിലും പെരുമാറ്റത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും അല്ലെ? എല്ലാ കുട്ടികളും ഒരുപോലെ മാർക്ക് മേടിക്കുന്നവരായിരിക്കും ഒരു ക്ലാസ്സില്? ആണോ? അല്ല, വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മൾക്ക് ഈ പീക്ക് പോയിന്റിനെ, അതായത് പീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടുതലുള്ളതാണ് എന്നാണ് കേട്ടോ അർത്ഥം വെക്കുന്നത്. പീക്ക് പോയിന്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ക്ലാസ് റൂമിലുള്ളത് ആവറേജ് കുട്ടികളായിരിക്കും. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. ആവറേജ് കുട്ടികളായിരിക്കില്ലേ ഒരു ക്ലാസ് റൂമിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? അവരാണ് പീക്ക് പോയിന്റിൽ നിൽക്കുന്നത്. പിന്നെ കുറച്ചു പേരുണ്ടാകും മാർക്ക് കൂടുതൽ മേടിക്കുന്നവര്. ഒരു 4-5 പേരുണ്ടാവും, അതിൽ കൂടുതൽ എന്തായാലും. അവരെ നമുക്ക് ആദ്യത്തെ പോയിന്റിൽ നിർത്താം.
അപ്പൊ പീക്ക് പോയിന്റിൽ ആവറേജും ആദ്യത്തെ പോയിന്റിൽ മാർക്ക് കൂടുതൽ വാങ്ങിക്കുന്ന കുട്ടികൾ. ഇനി അടുത്തൊരു പോയിന്റ് ഉണ്ടല്ലോ, പീക്ക് പോയിന്റ് കഴിഞ്ഞു വരുന്നൊരു ഘട്ടമുണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ നമുക്ക് എന്തായിരിക്കാൻ നോക്കുന്നത്, അതായത് ബിലോ ആവറേജ്, വളരെ കുറവ് മാർക്ക് മേടിക്കുന്ന കുട്ടികൾ, അതായത് തോൽക്കുന്ന കുട്ടികൾ, അവരും വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ക്ലാസ് റൂം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് ആവറേജ് സ്റ്റുഡൻസ് ആണ്. മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളും മാർക്ക് വളരെ കുറവ് വാങ്ങിക്കുന്ന കുട്ടികളും കുറവായിരിക്കും. അത് നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ആളുകളല്ലേ, അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ MPCയെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തില് രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. There exist both inter-individual and intra-individual difference. Individuals not only differ among themselves with regard to a specific trait, but differences may also be noticed within the same individual when he is studied in respect of various traits. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നേ? അതായത് രണ്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസും ഉണ്ട്, ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസും ഉണ്ട്. ഓക്കെ, എന്താണ് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ്? എന്തായിരിക്കും ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാല്? എന്തെങ്കിലും പിടികിട്ടിയോ? രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസും മറ്റൊന്ന് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസും. ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിഫറെന്റ് പീപ്പിൾ. ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിഫറെന്റ് പീപ്പിൾ, അതായത് ഒരാളും മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇപ്പൊ ഞാനും സിന്ധുവും തമ്മിലുള്ള വ്യത്യാസം, രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. ഫിസിക്കൽ ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബുദ്ധിയിലെ വ്യത്യാസങ്ങളുണ്ട്, കഴിവിലെ വ്യത്യാസങ്ങളുണ്ട്, പെരുമാറ്റത്തിലെ വ്യത്യാസങ്ങളുണ്ട്, അല്ലെ? അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നേ, ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരാളും മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസത്തെ എന്ത് പറയുന്നു, ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നു. പിടികിട്ടിയോ? മനസ്സിലായി? ആ, ഓക്കെ, വെരി ഗുഡ്. അപ്പോ എന്തായിരിക്കും ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ്? എന്തായിരിക്കും ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ്? എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാളും മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോ ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്തായിരിക്കും? ഒന്ന് ഊഹിച്ചു നോക്കിയാലോ, എന്തായിരിക്കും? ഒരു പിടിയും കിട്ടുന്നില്ല. ഡിഫറൻസസ് വിത്തിൻ ദ സെയിം പേഴ്സൺ ഇൻ ഡിഫറെന്റ് ട്രേറ്റ്സ്, അതായത് ഒരേ വ്യക്തിയുടെ വിവിധ ഗുണങ്ങളിൽ കാണുന്ന വ്യത്യാസങ്ങൾ. ഒരേ വ്യക്തിയുടെ വിവിധ ഗുണങ്ങളിൽ കാണുന്ന വ്യത്യാസങ്ങൾ. അതായത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എനിക്ക് പലതരത്തിലുള്ള ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷെ ആ ക്വാളിറ്റീസിൽ എന്തുണ്ടാകും? വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എനിക്ക് മറ്റുള്ളവരോട് സ്നേഹം നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനായിട്ട് പറ്റും, പക്ഷെ ഞാൻ അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളായിരിക്കും. ഓക്കെ, പിന്നെ എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാല് അത് മനസ്സിൽ ഒതുക്കി വെക്കുന്ന ആളായിരിക്കും. അപ്പോ ഇത്തരത്തില് എല്ലാ കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ക്ഷമ ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താ പറയാ, അതായത് ചില കാര്യങ്ങളിൽ വ്യത്യാസം. സ്നേഹം കൂടുതലുണ്ട് പക്ഷെ ക്ഷമ ഉണ്ടാവണം എന്നില്ല. ദേഷ്യം കൂടുതലുണ്ട് എന്നാൽ സങ്കടം അടക്കി വയ്ക്കുന്ന ആളാണ്. ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, എന്നിൽ തന്നെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരാളും മറ്റൊരാളും തമ്മിലുള്ള വ്യത്യാസത്തെ ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നും, ഒരാളിൽ തന്നെ പല വ്യത്യാസങ്ങൾ ഉള്ളതിനെ ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നും പറയുന്നു. ക്ലിയർ ആണോ? യെസ്. അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ.
പറയട്ടെ, ഞാൻ എഴുതിയെടുത്തോളോ? ആ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എഴുതുക ആദ്യം. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ഡിഫറെന്റ് പീപ്പിൾ. Differences between different people. ഒന്നും കൂടെ പറയാമോ സർ? Differences between different people. Differences between different people. ഇനി അടുത്തതാണ് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. Differences within the same person. Differences within the same person. In different traits. In different traits. In different traits. 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 ഓക്കെ, എഴുതിയോ എല്ലാവരും? സനിൽ ഇപ്പോഴാണോ ക്ലിയർ ചെയ്തത്? ജോയിൻ ചെയ്തത് ഇപ്പോഴാണോ? ഇല്ല മാം, ഞാൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഉണ്ടായിരുന്നു. ഫാന്റസി ഡ്രീമിൽ മാത്രമേ ലാസ്റ്റ് കുറച്ച് കേട്ടുള്ളൂ. അതെ അല്ലേ? ആ, ഓക്കെ ഓക്കെ. അപ്പൊ വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം. ഒരാള് പഠനത്തിൽ നല്ല രീതിയിൽ മികച്ചു നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, പക്ഷെ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോ സ്പോർട്സിൽ അത്ര രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ഇത് അയാളിൽ തന്നെയുള്ള വ്യത്യാസങ്ങളാണ്. ഇതിനെയും നമ്മൾക്ക് എന്ത് പറയാം? ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. അതൊരാളൊന്ന് റീഡ് ചെയ്യാമോ? Knowledge of individual difference of pupils is of enormous significance to the teacher. Understanding and appreciation of individual difference among pupils are rudimentary to providing each and every pupil with apt educational experience geared to his potentialities, interests, and experiential background. The democratic approach in education anticipates equal educational opportunities for all. Equal education opportunities does not inevitably mean the same educational opportunity that may really promote greater inequality. Rather, it means the best education for each child. There is nothing so unlike the equal treatment of unequals. Pedocentric education makes proper arrangements for a child education, analyzing the peculiar nature and the special abilities. In a democratic country, every individual has the right to attain a definite level of development. ഓക്കെ, അതായത് നമ്മള് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മള് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് കുട്ടികളിലേക്ക് എങ്ങനെ നമ്മൾക്ക് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികളെ ആസ്പദമാക്കിയിട്ട് ഇതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ സ്റ്റുഡൻസും അല്ലെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെയല്ല, അല്ലെ? ഇപ്പൊ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, അല്ലെ? ഇവർ രണ്ടുപേരും വ്യത്യാസമാണ്, അതല്ലേ? അല്ലെ? ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്.
ഇല്ലേ? ആൺകുട്ടികളിൽ നിന്ന് വ്യത്യാസമല്ലേ പെൺകുട്ടികളുടെ ശരീരപ്രകൃതി? ആണോ? രണ്ടുപേർക്കും ഒരേപോലെയുള്ള അല്ലേ? വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതുപോലെ തന്നെ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെയിറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഭാരത്തില് അല്ലെ? എല്ലാ കുട്ടികൾക്കും ഒരേപോലെയുള്ള വെയിറ്റ് ആണ് ഉണ്ടാവുക. അണ്ടർ വെയിറ്റിലുള്ള കുട്ടികൾ ഉണ്ടാകാം, ഓവർ വെയിറ്റുള്ള കുട്ടികൾ ഉണ്ടാകാം, കറക്റ്റ് വെയിറ്റുള്ള കുട്ടികൾ ഉണ്ടാകാം. പിന്നെ ഹൈറ്റ് നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് ഉയരം കൂടുതലായിരിക്കും, ഹൈറ്റ് കൂടുതലായിരിക്കും. ചിലവർക്ക് ഹൈറ്റ് കുറവായിരിക്കും. ചിലവര് മീഡിയത്തിൽ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി ചില ആളുകൾ നോക്കിക്കഴിഞ്ഞാല് നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും, ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. എന്നാൽ ചില കുട്ടികൾ എന്ന് പറഞ്ഞാല് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഉണ്ടാവുക. ഇല്ലേ? ക്ലാസ് റൂമിൽ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങളൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും ക്ലാസ് റൂമില് ഒരു കുട്ടിയെങ്കിലും ഉണ്ടാവും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച് നടക്കുന്ന ഒരു കുട്ടി. കലബിൽ എല്ലാ സമയവും എല്ലാവരുടെയും കാര്യങ്ങളിൽ ഇടപെടുന്ന, ആക്റ്റീവ് ആകുന്ന ഒരു കുട്ടിയെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാവരുടെയും ക്ലാസ് റൂമിൽ ഉണ്ടാവും. അത് നമ്മൾ കണ്ടു വന്നിട്ടുള്ള ഒന്നാണ് അല്ലെ? അതുപോലെ തന്നെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയും ക്ലാസ് റൂമിൽ ഉണ്ടാവും. ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാകും, ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയും എല്ലാ ക്ലാസ്സുകളിലും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുട്ടികളും തമ്മില് പരസ്പര വ്യത്യാസങ്ങള് ഉണ്ടാവാറുണ്ട്. അപ്പോ നമുക്ക് അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ അടിസ്ഥാനമാക്കി കുട്ടികളിലെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക ഓരോ കുട്ടികൾക്കും. ഒരു ക്ലാസ് റൂമിൽ 60 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 60 കുട്ടികൾക്കും പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. കാരണം ഓരോരുത്തരും വ്യത്യസ്തരാണ്. എല്ലാവരെയും നമ്മൾ ഒരേപോലെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കുട്ടികളെ എല്ലാവരെയും ഒരേപോലെ കാണണം, ഒരേപോലെ ട്രീറ്റ് ചെയ്യണം, ഇതൊക്കെയാണ്. പക്ഷെ കുട്ടികളിലെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടാ പറയുന്നേ? എല്ലാ കുട്ടികളും ഒരുപോലെയല്ല, പല രീതിയിലുള്ള കഴിവുകളും ഗുണങ്ങളുമാണ് അവർക്കുള്ളത്. അത് മനസ്സിലാക്കി എടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക? കുട്ടികളിൽ നമുക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഈ ചാപ്റ്റർ കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസുമായിട്ട് കണക്ട് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതുപോലുള്ള വ്യത്യാസങ്ങൾ വീട്ടിലുണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾക്ക്? ഞാൻ നേരത്തെ ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറഞ്ഞു, ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് പറഞ്ഞു, അതുപോലെ തന്നെ NPC നോർമൽ പ്രോബബിലിറ്റി കർവിനെ പറ്റി പറഞ്ഞു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുമായിട്ടെങ്കിലും കണക്ട് ചെയ്യാവോ നിങ്ങൾക്ക്? യെസ് മാം. ഇപ്പൊ നമ്മള് എന്റെ വീട്ടിൽ തന്നെ ഞങ്ങളിപ്പോ 3 പേരാണ് സിബ്ലിങ്സ്. അപ്പം ഞാന് എല്ലാരടുത്തും മിണ്ടുന്ന കൂട്ടത്തില. അപ്പൊ എന്റെ മൂത്ത ബ്രദർ കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. ഇളയാള് മീഡിയം ആണ്. ഇൻട്രോവേർട്ട് എന്താ പറയാ, എക്സ്ട്രോവേർട്ടും അല്ല ഇൻട്രോവേർട്ടും അല്ല, അങ്ങനെ ഒരു ടൈപ്പാണ്. പിന്നെ എല്ലാരും അത്യാവശ്യം നല്ല പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഈ എല്ലാവർക്കും മിങ്കിൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഡിഫറൻസ് ആണ്. 3 പേരും 3 ക്യാരക്ടറാണ്. അത് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളവർക്ക് പറയാട്ടോ. നമ്മളിത് പറയുന്നത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ കൂടുതൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഈ ചാപ്റ്റർ. പിന്നെ ബൈഹാർട്ടൊന്നും പഠിക്കേണ്ട കാര്യം വരുന്നില്ല. നിമിഷ പറയൂ. എന്റെ സിസ്റ്റർ ഇതേപോലെ ഫീലിങ്സ് പെട്ടെന്ന് പുറത്ത് കാണിക്കുന്ന ആളാണ്. സങ്കടം വന്നാല് പെട്ടെന്ന് കരയും. അതുപോലെ തന്നെ സന്തോഷം വന്നാലും അതുപോലെ പ്രകടിപ്പിക്കും. അപ്പൊ ഞാൻ സന്തോഷം വന്നാലും ഞങ്ങളെ പ്രകടിപ്പിക്കും. അല്ലാതെ അത്രത്തോളം പ്രകടിപ്പിക്കത്തില്ല. കുറച്ചൊക്കെ മനസ്സിൽ ഒതുക്കാൻ പറ്റും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വ്യത്യാസമാണ്. പിന്നെ സനില പറയൂ, എന്തെങ്കിലും പറയാനുണ്ട് അതുമായിട്ട് കണക്ട് ചെയ്ത്? ഒത്തിരി ഉണ്ട് മാം. അതുകൊണ്ടാണ്
ഇപ്പൊ എന്റെ ഫാമിലിയില് ഞങ്ങൾ 3 മക്കളാണ്. പക്ഷെ അതില് നടുക്കഷ്ണാണ് ഞാൻ. സോ ഞങ്ങൾ 3 പേരും 3 രീതിയിലാണ് സ്വഭാവം. എന്റെ മൂത്ത ബ്രദർ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ദേഷ്യപ്പെടില്ല. അത്രയ്ക്ക് ശാന്ത സ്വഭാവനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. ചെറിയൊരു കാര്യം മതി പെട്ടെന്ന് ദേഷ്യം പിടിക്കും. പിന്നെ ഇളയ ആളാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടിനും മധ്യയാണ്. ആൾക്ക് പെട്ടെന്ന് ദേഷ്യവും വരില്ല, ഒന്നും വരാത്ത ഒരു രീതിയിലുള്ള ഒരു സ്വഭാവമാണ്. അങ്ങനെ അപ്പൊ ആ ഒരു രീതിയിൽ ദേഷ്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതുപോലെ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പഠിപ്പിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. പിന്നെ ഇപ്പൊ നമ്മുടെ ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഹസ്ബൻഡ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾ പറയുമല്ലോ. ഇപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഭയങ്കര സാമ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സംസാരിക്കും. രണ്ടുപേരും സംസാരിക്കുന്ന കൂട്ടത്തിലാ. പക്ഷെ ദേഷ്യവും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വളരെ വ്യത്യാസമാണ്. നമ്മൾ വളരെ വ്യത്യാസമാണ്. കഴിവിന്റെ കാര്യത്തില്, ഐഡിയാസിന്റെ കാര്യത്തില്, അതുപോലെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിന്തിക്കുന്ന കാര്യത്തില് എല്ലാം നല്ലൊരു വ്യത്യാസം ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊരു വലിയൊരു ഡിഫറൻസ് ആണ്. പിന്നെ മക്കള് തമ്മിലായാലും അങ്ങനെ തന്നെയാണ്. ഇളയാള് കുറച്ചും കൂടി കുറച്ചും കൂടി ചെറുതാണ് എങ്കിൽ പോലും കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടും. ഒരാളോട് നന്നായിട്ട് ഇങ്ങനെ പറയണം നമ്മൾ ഒരു കാര്യം ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഡിഫറൻസസ് ഇപ്പൊ ഇത് പഠിച്ചപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മൈൻഡിൽ. ഒത്തിരി ഉണ്ട് മാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് പറഞ്ഞോളൂ കേട്ടോ. സൈൻ ഔട്ട്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. നമ്മുടെ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, നമ്മൾക്ക് എല്ലാവർക്കും ലിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. അപ്പൊ ക്ലാസ് എടുത്തു തന്ന അശ്വതി മാമിനും ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എന്റെ എല്ലാ ഫ്രണ്ട്സിനും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു.